ഹലോ ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ പുതിയൊരാഴ്ചയിലേക്ക് തുടങ്ങുകയാണ്. വെള്ളിയാഴ്ച ദിവസം സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ ക്രാഷ് എല്ലാവരെയും ഒന്ന് ഭയപ്പെടുത്തി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ക്രാഷിന് ശേഷം മാർക്കറ്റിൻ്റെ ഇന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥയെല്ലാം നമുക്ക് ഈ രാവിലത്തെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിയിട്ട് വന്നിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് S&P 500 നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് പോസിറ്റീവ് ആയിരുന്നെങ്കിലും ഡോ ജോൺസ് ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഓക്കെ, യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. സോ നമുക്കത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. ക്ലോസിംഗ് നന്നായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവിലാണ്. 15 പോയിന്റ്സ് ഡൗൺ സൈഡാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്കൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിംഗ് തന്നെ വരാനാണ് സാധ്യത. ഇപ്പോൾ ജാപ്പനീസ് മാർക്കറ്റ്സും സ്ട്രേറ്റ് ടൈംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലൈറ്റ്ലി പോസിറ്റീവ് തന്നെയാണ്. ബട്ട് ക്ലോസിംഗ് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് പല മാർക്കറ്റുകളിലും ഓക്കെ ആയിരുന്നു. ആൻഡ് തായ്വാൻ വെയ്റ്റഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സോ അപ്പം ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഈ പറയുന്നത്ര ഭയാനകമായ കാര്യങ്ങളൊന്നുമില്ല. മറിച്ച് നമ്മുടെ നിഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ നിഫ്റ്റിയുടെ വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ബെയറിഷ് ക്ലോസിംഗ് ആണ് ഫ്രൈഡേ കിട്ടിയത്. പറയുകയാണെങ്കിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നെയാണ് കിട്ടിയത്, ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നെയാണ് കിട്ടിയത്. സോ നമുക്ക് നമ്മുടെ മാർക്കറ്റ്സിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം എന്നാണ് ടോട്ടലി ഉള്ള ഒരു പിക്ചർ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവേണ്ടത്. അപ്പോൾ നിങ്ങൾ 15 മിനിറ്റ് ചാർട്ടിലേക്ക് ഞാൻ പോവുകയാണ്. 15 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് അത്യാവശ്യം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലിൽ നിൽക്കുകയാണ്. 25,700 എന്നുള്ള ഒരു റേഞ്ച്, അതായത് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ മാർക്കറ്റ് ഇന്നത്തെ ഓപ്പണിങ്ങിൽ കൂടുതൽ ഡൗൺ സൈഡ് പ്രഷർ കാണിച്ച് 25,300 റേഞ്ചിലേക്ക് വരുമോ, അതോ മറിച്ച് ഈ ഒരു ഏരിയയിൽ നിന്ന് ലിക്വിഡിറ്റി സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് നടത്തി തിരിച്ച് ബാക്ക് ടു ഈ ഏരിയ ഈ സോണിലേക്ക് മാറുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നാൽ തന്നെ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ നേടേണ്ട മേഖലകൾ ഇഷ്ടംപോലെ ഉണ്ട്. ലൈക്ക് ഈ 25,800 എന്നുള്ള റേഞ്ച് അത്യാവശ്യം നല്ല സെല്ലിംഗ് പ്രഷർ നേടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഈ ഒരു സോൺസും ലൈക്ക് 26,182. ഇപ്പം മാർക്കറ്റ് തിരിച്ചൊന്ന് കയറി വന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സോൺസിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ച് കയറി വരുമ്പോഴത്തേക്ക് ഉടനെ കയറി നമ്മൾ മാർക്കറ്റ് ബൈയിങ് പൊസിഷനിലേക്ക് ആയി എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാര്യം ഈ ഒരു ഭാഗത്തെ സെല്ലിംഗ് പ്രഷർ, അതായത് 25,900 ആൻഡ് 26,100, ഈ രണ്ട് സോൺസിലും മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേടുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. കാര്യം ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സെല്ലേഴ്സിന്റെ പോസിബിലിറ്റി അവൈലബിൾ ആണ്. സോ ഈ ഏരിയാസിന്റെ പ്രൈസ് ആക്ഷൻ നിങ്ങൾ ക്രൂഷ്യലി വാച്ച് ചെയ്യുക. സ്ട്രക്ചർ ബേസ് ആയാലും ശരി, അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് പ്രഷർ, അതായത് പ്യുവർ സെല്ലിംഗ്, കണ്ടിന്യൂസ് സെല്ലിംഗ് നടന്നൊരു സാധനമാണ്. മോസ്റ്റ്ലി ഒരു 2% മുകളിൽ സെല്ലിംഗ് പ്രഷർ നേരിട്ട സ്ഥലമാണ് ഈ ഇത്രയും സോൺ എന്ന് പറയുന്നത്. 26,360 റേഞ്ചിൽ നിന്നും താഴെ ഒരു ലോവർ ഉണ്ടാക്കിയാണ് മാർക്കറ്റ് താഴെ വന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സോൺസും ക്രൂഷ്യലി വാച്ച് ചെയ്യുക. ആൻഡ് മാർക്കറ്റ് ഈ ഏരിയ ഹോൾഡ് ചെയ്യുന്നില്ല, മറിച്ച് ഈ ഏരിയ സപ്ലൈ എടുക്കുന്നില്ലെങ്കിൽ ബൈയിങ് പ്രഷറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അക്കാര്യം കൃത്യമായി നിരീക്ഷിക്കുക. ആൻഡ് മൈനർലി ഉള്ള ഡിമാൻഡ് ഏരിയ ആയിട്ട് എന്താണ് ഈ ഒരു സോൺസ് നോക്കാം. 25,500 ഈ ഒരു ഏരിയയിൽ മേ ബി ഒരു ചെറിയ ഡിമാൻഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഏരിയ മേ ബി ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇത്രയും സോങ്സ് മൈനറായിട്ട് ഇന്നത്തെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതിന് ശേഷം എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് പ്രത്യേകിച്ച് ന്യൂസസ് ഉണ്ടോ എന്ന് വെച്ചാൽ ന്യൂസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പം വളരെ സെലക്റ്റീവായ സ്റ്റോക്സ് മാത്രം തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും സ്റ്റോക്കുകൾ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ധൈര്യമായി ഇറങ്ങാൻ ശ്രമിക്കുക. കാര്യം മാർക്കറ്റ് മോശമാണെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് തെറ്റില്ല. ഓക്കെ, അപ്പോൾ ആ സ്റ്റോക്സ് ഇറങ്ങാൻ തന്നെ ശ്രമിക്കുക. സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്ത് കൂടുതൽ ലോസ് വരുത്തി വയ്ക്കാതെ ജസ്റ്റ് ഒന്ന് അങ്ങനത്തെ സാധനങ്ങൾ ഇറങ്ങാൻ ശ്രമിക്കുക. കാര്യം മാർക്കറ്റ് അത്രയും മോശമായിരുന്നു വെള്ളിയാഴ്ചത്തെ പെർഫോമൻസ്. അപ്പം സ്റ്റോപ്പ് ലോസുകളെ റെസ്പെക്ട് ചെയ്ത് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. സെലക്റ്റീവ് സ്റ്റോക്സിൽ മാത്രം ട്രേഡ് എടുക്കുക. അപ്പം ഇന്ന് ന്യൂസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചധികം ന്യൂസസ് നിലവിലുണ്ട്. ആൻഡ് റിസൾട്ട് വരുന്നുണ്ട് കുറച്ച് സ്റ്റോക്കുകൾ, അതായത് TCS, HCLTech, ആനന്ദ് രതി വെൽത്ത്, GTPL ഹാത്വേ, ഗുജറാത്ത് ഹോട്ടൽസ്, ലോട്ടസ് സ്റ്റോക്ക് കമ്പനി, മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്, OK പ്ലേ ഇന്ത്യ, ടയർ ആഗ്രോടെക് തുടങ്ങിയ കുറച്ച് കമ്പനികളുടെ ക്വാർട്ടർലി ഏർണിംഗ്സിന്റെ ഡീറ്റെയിൽസ് ഇന്ന് പുറത്തു വരുന്നുണ്ട്. സിഗ്നേച്ചർ ഗ്ലോബലിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ പ്രീ സെയിൽസ്, അതായത് Q3 വന്നപ്പോൾ പ്രീ സെയിൽസും ഏരിയ സോൾസും കുറവാണ് എന്നുള്ള ന്യൂസ് ഉണ്ട്. ഫീനിക്സ് മിൽസിന്റെ ആണ് റീറ്റെയിൽ പോർട്ട്ഫോളിയോ കൺസംഷൻ റൈസ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ഓപ്പറേഷൻ എക്സിക്യൂഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് റീറ്റെയിൽ കൺസംഷൻ ഡബിൾ ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യവും കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു പ്രധാന അവന്യൂ സൂപ്പർ മാർട്ട്സിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സും പ്രധാനപ്പെട്ടതാണ്. പ്രോഫിറ്റിന് റവന്യൂവിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. IREDA, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസിയുടെ പ്രോഫിറ്റും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും വലുതായിട്ടുണ്ട്. കുറച്ച് സാമാന്യം നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്.
പിന്നെ മന്ത്ലി ബിസിനസ് അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സെയിൽസ് ആൻഡ് വോളിയം എക്സ്പോർട്ട് ലേശം കുറഞ്ഞതായിട്ടുണ്ട്. മന്ത്ലി വോളിയമാണ്, അത് വലിയ സീരിയസ് ആയിട്ട് ഞാൻ ഇപ്പം നിലവിൽ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്സിന്റെ ന്യൂസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇന്ന് പാനിക് ആവാതെ ട്രേഡുകൾ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു 1 hour 2 hour മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നിഫ്റ്റിയെ നോക്കി ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ട്രേഡ്സിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യുക. കഴിവതും പറ്റുമെങ്കിൽ ഇന്നത്തെ സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസ് എടുക്കാതിരിക്കുക. ലൈക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെ 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായി തിരിച്ചു വരുന്നുണ്ടോ നോക്കിയ ശേഷം മാത്രം വലിയ ട്രേഡിംഗ് ഡിസിഷൻസിലേക്ക് പോകുന്നതായിരിക്കും നിലവിലെ മാർക്കറ്റ് അവസ്ഥയിൽ ബെറ്റർ ആദ്യം. ഓക്കെ, സോ താങ്ക് യു.